നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിൻസച്ചൻ്റെ വചന ശുശ്രൂഷയിലൂടെ ഈശോ വളരെ വ്യക്തമായി കൃത്യമായി നമ്മളോട് സംസാരിക്കുകയായിരുന്നു. നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, നമ്മളെടുക്കേണ്ട തീരുമാനം വളരെ വ്യക്തമായി ഈ ഒരു സമയം നമുക്ക് ബോധ്യമായി. ചിലരോട് ലഭിച്ച ഈ വചനവ്യാഖ്യാനത്തിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി ഒരു മിനിറ്റ് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോ നന്ദി. സഹനങ്ങൾ മാറാനല്ല, സഹനങ്ങൾ ഞങ്ങളെ മാറ്റട്ടെ, സഹനങ്ങൾ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഈ ഒരു വലിയ ബോധ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഈശോ ഞങ്ങൾക്ക് ലഭിച്ച പുതിയ വെളിപ്പെടുത്തലിന്, വെളിപാടിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്നോളം ഞങ്ങളുടെ ജീവിതങ്ങളിൽ സഹനങ്ങളെ ഓർത്ത് ഞങ്ങൾ വെറുപെറുത്തിട്ടുണ്ട്. എന്താണിത് മാറാത്തത് ചോദിച്ചിട്ടുണ്ട്. ഇതിനൊരു അവസാനമില്ലേ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, അത് ഞങ്ങളെ മാറ്റും, അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തും, അത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തും, അത് അനേകർക്ക് സൗഖ്യവും വിടുതലുമായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി സകലതും നന്മയ്ക്കാക്കി തീർക്കും. ഹല്ലേലൂയ. ഈശോ, അങ്ങയുടെ നന്മയാണ് ഞങ്ങളുടെ നന്മ, അങ്ങയുടെ നന്മയാണ് എൻ്റെ നന്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഞങ്ങൾക്കിനി പരാതിയില്ല. ഹല്ലേലൂയ. നന്ദിനാഥം നിന്റെ സ്നേഹത്തിനാ, നന്ദിനാഥ നിന്റെ സ്നേഹത്തിനാ, നന്ദിനാഥ നന്ദിനാഥ നിന്റെ സ്നേഹത്തിനാ, നന്ദിനാഥ നന്ദിനാഥ എൻ്റെ സഹനത്തിനാ, നന്ദിനാഥ നന്ദിനാഥ എൻ്റെ സഹനത്തിനാ, നന്ദിനാഥ നന്ദിനാഥ എൻ്റെ സഹനത്തിനാ, നന്ദിനാഥ നന്ദിനാഥ എൻ്റെ സഹനത്തിനാ. ഈ ദിനങ്ങളിൽ നമ്മ ഓരോരുത്തരെയും പ്രയാസപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, മുൻപോട്ട് സഞ്ചരിക്കാൻ സാധിക്കാതെ പ്രതിസന്ധിയിലാക്കുന്ന എല്ലാ സഹനാനുഭവങ്ങളെയും നമുക്ക് നമ്മുടെ കരങ്ങളിൽ എടുക്കാം. ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്കവയെ സാവധാനം സമർപ്പിക്കാനായിട്ട് മനസ്സിനെ ഒരുക്കാം. ഈ രാത്രി കർത്താവ് നമ്മുടെ സഹനാനുഭവങ്ങളെ അവിടുത്തെ മുറിവേറ്റ കരങ്ങളിൽ ഏറ്റുവാങ്ങും. അഞ്ചപ്പമെടുത്ത് കർത്താവ് ആശീർവദിച്ച് മുറിച്ചത് വിഭജിച്ചു കൊടുത്തപ്പോൾ അതനേകായിരങ്ങൾക്ക് ഭക്ഷിക്കാൻ, വിശപ്പ് മാറ്റാൻ തക്കവിധം രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ സഹനങ്ങളെ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എടുത്തു കൊടുക്കുന്ന സമയം അവിടുത്തെ മുറിവേറ്റ കരത്തിൻ്റെ ആശീർവാദം ആ സഹനത്തിൻ്റെ മേൽ വന്നു വീഴും. ഹല്ലേലൂയ. അത് രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അത് അനേകർക്ക് വെളിച്ചവും ജീവനും അഭിഷേകവും ശക്തിയായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ സഹനങ്ങളെല്ലാം രൂപാന്തരപ്പെടാനുള്ളതാണ്. അത് അനേകർക്ക് അനുഗ്രഹമായി മാറാനുള്ളതാണ്. അനേകർക്ക് സൗഖ്യവും വിടുതലുമായി മാറാനുള്ളതാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. ഈ ഒരു ബോധ്യം സ്വീകരിച്ച് വീണ്ടും കരങ്ങളൊന്ന് ഉയർത്തി നമുക്കൊന്ന് നന്നായി സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ ഈശോ, ഞങ്ങളുടെ സഹനങ്ങളിതാ, ഞങ്ങളുടെ ദുഃഖങ്ങളിതാ, ഞങ്ങളുടെ പ്രയാസങ്ങളിതാ ഈ ദിവ്യകാരുണ്യ ആരാധനയോട് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു.
അവയെ അങ്ങ് ഏറ്റെടുക്കണമേ, അവയെ അങ്ങ് ആശീർവദിക്കണമേ, അവയെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ നന്മ അതിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളിലും യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഞങ്ങളിതാ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനവരം ഞങ്ങൾക്ക് ലഭിക്കട്ടെ, വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കട്ടെ, വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ മനസ്സിലാക്കാൻ തക്കത് ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു കിട്ടട്ടെ. ഞങ്ങളുടെ സഹനങ്ങളുടെ അർത്ഥം തിരിച്ചറിയാൻ തക്ക വിധം ഞങ്ങളുടെ ആത്മാവിനെ, ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ, ചിന്താമണ്ഡലങ്ങളെ തുറന്നു തരണേ ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ഹല്ലേലൂയ. കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ഈശോ, ഞങ്ങൾ അങ്ങയുടെ കുരിശിലേക്ക് നോക്കുന്ന കർത്താവേ, സഹനങ്ങളെല്ലാം കൃപയായി മാറട്ടെ. കൃപയാക്കി മാറ്റണമേ. അങ്ങ് സംസാരിക്കണമേ. കുരിശിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ഈശോ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ഹല്ലേലൂയ. ഇല്ല കർത്താവേ, ഇനി ഞാൻ പരാതി പറയില്ല, ഇനി ഞാൻ സങ്കടപ്പെടില്ല. ഞാൻ എൻ്റെ സഹനങ്ങളുടെ അർത്ഥം ഇന്ന് തിരിച്ചറിയുന്നു. ഈ രാത്രി അങ്ങനോട് സംസാരിച്ചു, അങ്ങനെ സന്ദർശിച്ചു. നമുക്ക് മുട്ടുമേൽ നിൽക്കാം. ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ. ഈശോ സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ മണിക്കൂറായി രൂപാന്തരപ്പെടട്ടെ. ഞങ്ങളുടെ സഹനങ്ങളുടെ എല്ലാ അർത്ഥം തിരിച്ചറിയുന്ന മണിക്കൂറായി മാറട്ടെ. ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നൂറവിടമേ, എൻ മാറവിടമേ, എൻ ജീവശ്വാസമേ, ആരാധന. എന്നൂറവിടമേ, എൻ മാറവിടമേ, എൻ ജീവശ്വാസമേ, ആരാധന. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. എൻ രക്ഷകനേ,
എന്നാശ്രയമേ, എന്നാലംബം നീ മാത്രമേ. എന്റെ രക്ഷകനേ, എന്നാശ്രയമേ, എന്നാലംബം നീ മാത്രമേ. ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആവർത്തിച്ച് പാടാം. ആരാധന, ആരാധന, ആരാധന ഈശോയേ. കരങ്ങൾ വീശിക്കോട് പാടട്ടെ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. കണ്ണുകൾ തുറന്നാൽ താരയിൽ ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ നമുക്ക് കാണാം, ആരാധിക്കാം. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ താളുകൾ മറിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കർത്താവ് അവർക്ക് വേണ്ടി ജാഗ്രതായി വർത്തിച്ച ഒരു രാത്രി, കർത്താവ് ഉണർന്നിരിക്കുന്ന ഒരു രാത്രി. ഈശോ ആരാധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ രാത്രി ഉണർന്നിരിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് നിറയേണ്ട വലിയൊരു ബോധ്യമാണ്, ഈശോ നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നു. ജാഗരണമിരിക്കുന്നത് ഞാനല്ല, എനിക്ക് വേണ്ടി എൻ്റെ ഈശോ ജാഗരണമിരിക്കുകയാണ്. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. ഈശോയുടെ സാന്നിധ്യത്തെ ഇന്ന് പരിശുദ്ധ ആരാധനയിൽ നമ്മൾ കണ്ട് ആരാധിക്കുമ്പോൾ ഉള്ളിലോട്ട് ഇതേ ബോധ്യം നിറയട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന എന്നെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നല്ല, സകല സങ്കടങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്ന്, പാപത്തിൻ്റെ പിടിയിൽ നിന്ന്, നിരാശയുടെ പടുകുഴിയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ കാനാൻ ദേശത്തേക്ക്, ആനന്ദത്തിൻ്റെ ദേശത്തേക്ക് നയിക്കാൻ കർത്താവ് ഉണർന്നിരിക്കുന്ന രാത്രിയാണിത്. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളെ തളർത്തുന്നുണ്ട്. ഞങ്ങളുടെ രോഗങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങയുടെ മുമ്പിൽ മുട്ടുകുത്ത് നിൽക്കാനോ കരങ്ങൾ വിരിച്ച് പിടിക്കാനോ ഒന്നും സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളും വേദനകളും ഒന്നും ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഞങ്ങൾക്ക് ക്ഷീണമുണ്ട്, നിരാശയുണ്ട്, ചില വേദനകളൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. എങ്കിലും ഇതെല്ലാം കണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രി ഉണർന്നിരിക്കുകയാണല്ലോ. ഞങ്ങളങ്ങെ ആരാധിക്കുകയാണ്. എല്ലാ സ്തോത്രങ്ങളും അങ്ങേക്ക് സമർപ്പിച്ചു, എല്ലാ കീർത്തനങ്ങളും അങ്ങയുടെ മുമ്പിൽ ആലപിച്ച്, എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, ഞങ്ങൾക്കെല്ലാം നന്മയാക്കി മാറ്റുന്ന അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തോട് അനുരൂപപ്പെടാൻ ആഗ്രഹിച്ച് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. കരങ്ങൾ മടിയിൽ തുറന്നു വയ്ക്കാം.
കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാം. ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക. മുട്ടുകുത്തി നിൽക്കാൻ പ്രചോദനം കിട്ടുന്നവർ മുട്ടുകുത്തി നിൽക്കുക. ഇരിക്കണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് പിടിക്കുക. ഇരിക്കുന്നവർ കരങ്ങൾ മടി തുറന്ന് വെച്ചേക്കുക. മുട്ടുകുത്തി നിൽക്കുന്നവർ അല്പം ഒന്ന് കരം നീട്ടിപ്പിടിക്കുക. ഈശോയെ തന്നെ നോക്കുക. ഈശോയോട് പ്രാർത്ഥിക്കുക. ഐ താങ്ക് യു, ഐ അഡോർ യു. അങ്ങ് തന്നതിനെല്ലാം, സ്നേഹിച്ചതിനെല്ലാം, ചേർത്ത് പിടിച്ചതിനെല്ലാം, എന്നെ മാറ്റാൻ, എന്നെ പുതുതാക്കാൻ, എന്നെ പുതിയ സൃഷ്ടിയാക്കാൻ അങ്ങ് അനുവദിച്ച സഹനങ്ങൾക്കുമെല്ലാം ഞാൻ നന്ദി പറയുന്ന ഈ രാത്രിയിൽ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, എല്ലാ സ്തോത്രങ്ങളും, എല്ലാ ഹല്ലേലൂയായും, എല്ലാ ആരാധനയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈരടികളോട് ചേർന്ന് ഈ രാത്രി ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ നന്മകൾക്കും, എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഈ ജീവിതം മുഴുവനും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. ചേർന്ന് പാടിക്കേ. ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, എല്ലാ ആരാധനയും, എല്ലാ സ്തോത്രങ്ങളും, എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും, എല്ലാ സ്തോത്രങ്ങളും, എല്ലാ ഹല്ലേലൂയായും എൻ്റെ പ്രാണപ്രിയന്. എല്ലാ ആരാധനയും, എല്ലാ സ്തോത്രങ്ങളും, എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും, എല്ലാ സ്തോത്രങ്ങളും, എല്ലാ ഹല്ലേലൂയായും എൻ്റെ പ്രാണപ്രിയന്. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ, സ്വർഗാതിസ്വർഗം അങ്ങേ പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ, സ്വർഗാധിസ്വർഗവും അങ്ങേ പോലാവില്ലേ. ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. ചേർന്ന് പാടിക്കേ. ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, എന്റെ ആദ്യ പ്രേമമേ, എത്ര വാത്സല്യമേ, സ്നേഹപുഷ്പമേകുവാൻ ചങ്കു തുറന്നവനേ. ഈശോയെ നോക്കി പ്രാർത്ഥിച്ചേ. ആദ്യ പ്രേമമേ, ഈശോയെ എത്ര വാത്സല്യമേ, സ്നേഹപുഷ്പമേകുവാൻ ചങ്കു തുറന്നവനേ. എന്റെ ആദ്യ പ്രേമമേ, എത്ര വാത്സല്യമേ, സ്നേഹപുഷ്പമേകുവാൻ ചങ്കു തുറന്നവനേ. എന്റെ ആദ്യ പ്രേമമേ, എത്ര വാത്സല്യമേ, സ്നേഹപുഷ്പമേകുവാൻ ചങ്കു തുറന്നവനേ.
സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാധി സ്വർഗവും അങ്ങേ പോലാവില്ലേ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. അങ്ങേ ആരാധിക്കുന്നേ. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കും. ആരാധിക്കുന്നേ അങ്ങേ, സ്നേഹിച്ചിടുന്നേ. ചേർന്ന് പാടിക്കേ. ആരാധിക്കുന്നേ അങ്ങേ, സ്നേഹിച്ചിടുന്നേ. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. അങ്ങേ ആരാധിക്കുന്നേ അങ്ങേ, സ്നേഹിച്ചിടുന്നേ. ആരാധിക്കുന്നേ ഈശോയെ, അങ്ങേ, സ്നേഹിച്ചിടുന്നേ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ ഈശോയ്ക്ക്. എൻ്റെ ആദ്യ പ്രണയമേ, എൻ്റെ നിത്യസ്നേഹമേ, എൻ്റെ സ്നേഹമേ, എൻ്റെ ഈശോയെ ആരാധിക്കുന്നേ, സ്നേഹിക്കുന്നേ. ഈശോയെ അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിക്കുന്നേ, അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ ഈശോയ്ക്ക്. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ സ്നേഹമേ, എൻ്റെ ജീവനെ, എൻ്റെ പ്രാണനെ, എൻ്റെ സർവസ്വമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ സ്നേഹം ഹൃദയത്തിലേക്ക് ആഴത്തിലൊന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാവും. അൽത്താരയിൽ തേജോമനായ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ കാണുക. പദ്മോസ് ദ്വീപിലെ ഇരുണ്ട ഗുഹയിൽ ഒറ്റയ്ക്കായി പോയിരുന്ന യോഹന്നാൻ്റെ മുമ്പിലേക്ക് ഒരു തീജ്വാല പോലെ സങ്കടത്തെയും ഒറ്റപ്പെടലെയും ഒക്കെ എരിയിച്ച് കളയുന്ന ഒരു തേജസ്സോടെ ഈശോ എഴുന്നള്ളി വരുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ താളുകൾ നമ്മൾ കാണുന്നുണ്ട്. കത്തിച്ചു വെച്ച മെഴുതിരുന്നാളങ്ങൾക്ക് നടുവിൽ ഇന്ന് ഈശോയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നത് പോലെ യോഹന്നാൻ ആ കാഴ്ച കണ്ട് പ്രജ്ഞയറ്റവനെ പോലെ നിലത്ത് വീഴുന്നുണ്ട്. ഈശോ നോക്ക്, നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, കടന്നു പോകുന്ന സങ്കടങ്ങൾ, ചില ഒറ്റപ്പെടലിൻ്റെ പാത്മോസ് ദ്വീപുകൾ, ചില ഇരുട്ട്, നിരാശ, ഡിപ്രഷൻ, സങ്കടങ്ങൾ, സഹനങ്ങൾ, അതിജീവിക്കാൻ പറ്റുന്നില്ലാത്ത, കുടിച്ചു തീർക്കാൻ പറ്റുന്നില്ലാത്ത പാനപാത്രങ്ങൾ എല്ലാം അവൻ സഹായിക്കും. എല്ലാം അവിടുന്ന് നന്മയ്ക്കാക്കി മാറ്റും. ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാൻ പിന്നീട് ഈശോയുടെ നെഞ്ചു കുത്തി തുറക്കുന്നത് കണ്ടും കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുന്നുണ്ട്. ഒരിക്കൽ നെഞ്ചോട് ചേർന്നിരുന്നവൻ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുന്നു. ആ കുരിശിൻ്റെ ചോട്ടിൽ നിന്നവൻ പിന്നീട് ഒരു ദ്വീപിൽ ഒറ്റയ്ക്കായി പോകുന്നുണ്ട്. ഇന്ന് അൾത്താരയിൽ നിന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്, നിൻ്റെ ഈ സഹനത്തിൽ, നിൻ്റെ ഈ വേദനയിൽ, നിൻ്റെ ഈ കണ്ണുനീരുകളിൽ, ഈ വേദനയിൽ യോഹന്നാനെ പോലെ എൻ്റെ നെഞ്ചോട് നീ ചേർന്നിരിക്കുക. നാളെ ഒരു കുരിശിൻ്റെ വഴി വന്നാൽ, നാളെ ഒരു കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കാൻ പോലും
ഞാൻ നിന്നെ സഹായിക്കാം. കുരിശിൻ്റെ ചോട്ടിൽ നീ എൻ്റെ കൂടെ നിന്നാൽ, ഈ സഹനങ്ങളിൽ ഒളിച്ചോടാതെ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്നാൽ, നാളെ ഒരൊറ്റപ്പെടലിൻ്റെ പാത്മോസ് ദ്വീപിലും കൂടെ ആരുമില്ലെന്നോർത്ത് കർത്താവ് പോലും പറ്റിച്ചോ എന്ന് ജെറമ്യായെപ്പോലെ സങ്കടം പറയേണ്ട സമയങ്ങളിലും വീരയോദ്ധാവിനെ പോലെ തൊട്ടടുത്ത് അവൻ വന്ന് നിൽക്കും. ആ ദൈവത്തെ അടുത്തറിയാൻ, ആ ദൈവത്തെ സാന്നിധ്യത്തെ, ആ മഹത്വത്തെ ഏറ്റവും അടുത്തനുഭവേദ്യമാകാൻ വേണ്ടി അവൻ അനുവദിച്ച ചില സഹനങ്ങളുണ്ടല്ലോ, ചില ഒറ്റപ്പെടലുകളുണ്ടല്ലോ, ചില കുരിശിൻ്റെ വഴികളുണ്ടല്ലോ. എല്ലാം ഓർത്ത് കുഞ്ഞ് ഈ രാത്രി ഈശോയ്ക്ക് നന്ദി പറയാമോ? നാളിതുവരെ നടത്തിയതിന് മാത്രമല്ല, വീണുപോയ അനുഭവങ്ങൾക്ക് നന്ദി പറയുക. നാളിതുവരെ ലഭിച്ച വിജയങ്ങൾക്ക് മാത്രമല്ല, പരാജയപ്പെട്ട കയ്പുനീരുകളുടെ അനുഭവങ്ങൾക്കും നന്ദി പറയുക. താങ്ങാൻ തുണയായി നൂറുകണക്കിന് പേര് ഉണ്ടായിരുന്നതോർത്ത് നന്ദി പറയാനല്ല, ഒരാൾ പോലും താങ്ങാനില്ലാതിരുന്ന സമയങ്ങളെയും ഓർത്ത് നന്ദി പറയുക. ആ ഒറ്റപ്പെടലിലാണ്, ആ വേദനയിലാണ്, ആ തിരസ്കാരങ്ങളിൽ, ആ തെറ്റിദ്ധാരണകളിൽ, ആ തീപ്പൊള്ളുന്ന അനുഭവങ്ങളിലാണ് പൊള്ളലേൽക്കാതെ പൊതിഞ്ഞു പിടിക്കുന്ന പൊന്നുതമ്പുരാനെ നിനക്ക് കുഞ്ഞെ കാണാൻ പറ്റിയത്. വെട്ടിയെറിഞ്ഞ മനുഷ്യരുടെ മുമ്പിൽ തഴച്ചു വളരാൻ ഈ വേദനകളാണ് നിന്നെ സഹായിച്ചത്. കൂടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് പറ്റിച്ച് കടന്നുപോയവരുടെ മുമ്പിലൂടെ വീണ്ടും നടക്കാൻ കൈപിടിച്ചത് കർത്താവാണ്. കാല് വഴുതിച്ച് കുഴിയിലേക്ക് ഇട്ടവരുടെ മുമ്പിൽ നിന്ന്, ആ കുഴിയിൽ നിന്ന് വീണ്ടും നിന്നെ കയറ്റിയെടുത്ത് പാറമേൽ നിന്നെ സ്ഥാപിച്ചത് കർത്താവാണ്. നീ സങ്കടത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ കേൾക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് നെഞ്ചിൻ്റെ ഭാരം കൂടിയപ്പോൾ ആ കുഴിയിലേക്ക് കൈനീട്ടി നിന്നെ ഉയർത്തിയെടുത്തത് ആ ഈശോയാണ്. സോ താങ്ക് ഹിം. വീണ കുഴികൾക്ക്, പെട്ടുപോയ കാരാഗ്രഹങ്ങൾക്ക്, തെറ്റിദ്ധാരണകൾക്ക്, നിന്റെ നേരെ നീണ്ട വിരലുകൾക്ക്, വന്ന ആരോപണങ്ങൾക്ക്, അനുഭവിക്കേണ്ടി വന്ന തിരസ്കാരങ്ങൾക്ക് നന്ദി പറയുക. ഈ വേദനകളിലാണ് നീ ഈശോയെ കണ്ടത്. നിന്നെ നിത്യതയോട് അടുപ്പിച്ച് ഈശോയുടെ മുഖം കാണാൻ നിന്നെ സഹായിച്ച ആ വേദനകൾക്ക് നന്ദി പറയുക. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ വചനം ഒരു തീക്കനൽ കൊണ്ട് കുത്തുന്നത് പോലൊരു അനുഭവമായിട്ട് അപ്പൻ ഉപേക്ഷിച്ച വേദന, അമ്മ മാറ്റി നിർത്തിയ വേദന അനുഭവിക്കേണ്ടി വന്നെങ്കിൽ നന്ദി പറയുക. ഈ രാത്രിയിൽ ഈശോ നൽകുന്ന ഒരു സൗഖ്യം നിന്നെ ശക്തിപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട ജീവിത പങ്കാളിയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഒറ്റപ്പെടലുകൾ, മാറ്റി നിർത്തിയ അനുഭവങ്ങൾ, സംശയങ്ങൾ, കണ്ണുനീരിൻ്റെ ഓർമ്മകൾ, ശരീരത്തിനേറ്റ നൊമ്പരങ്ങൾ, ഈശോയ്ക്ക് നന്ദി പറയുക. എൻ്റെ പ്രാണനായി നീ തന്ന ഒരാളിൽ നിന്ന് എനിക്ക് ഏൽക്കേണ്ടി വന്ന ആ വേദനകളിലാണ് എനിക്ക് പ്രാണൻ തന്ന അപ്പാ നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞത്. വളർത്തി വലുതാക്കിയ മക്കൾ തിരിഞ്ഞു നോക്കാത്ത സങ്കടത്തിൽ കരയുന്ന അപ്പാ അമ്മ, ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ കുരിശിൻ്റെ വഴി മുന്നോട്ട് നടന്ന ഈശോ നിന്നെ കണ്ടുമുട്ടിയത് നിൻ്റെ ഈ വേദനയിലാണ്. മകൻ തിരിഞ്ഞു നോക്കാഞ്ഞപ്പോൾ, മകള് വേദനിപ്പിച്ചപ്പോൾ നിന്റെ നേരെ നോക്കുന്ന ഈശോയെ നിനക്ക് കാണാൻ പറ്റിയത് ഈ വേദനയിൽക്കിടയിലാണ്. നന്ദി പറയുക. കടങ്ങൾക്ക്, രോഗങ്ങൾക്ക്, സങ്കടങ്ങൾക്ക് ഒരു സാധാരണ ആത്മീയതയിൽ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈശോയുടെ സ്പർശനമേറ്റ ഒരാൾക്ക് ഇനി വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം അവൻ നന്മയ്ക്കാക്കി മാറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ നന്ദി പറയുക. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ ഈ കാറ്റടിക്കുമ്പോൾ, വള്ളത്തിൽ വെള്ളം കയറുമ്പോൾ, ആടി ഉലയുമ്പോൾ അവൻ എഴുന്നേൽക്കും, അവൻ ശാന്തമാക്കും. അൾത്താരയിൽ നിന്ന് ഒരു വെള്ള അപ്പം അല്ല നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെ സഹായിക്കാൻ പറ്റാത്ത, നിന്നെ അനുഗ്രഹിക്കാൻ പറ്റാത്ത ഒരു സങ്കല്പത്തെ അല്ല നീ ആരാധിക്കുന്നത്. കാണുന്നതൊരു വെള്ള ഓസ്തിയാണ്, കട്ടിയില്ലാത്തൊരപ്പമാണ്. പക്ഷേ ജീവിതത്തെ മുഴുവൻ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. കാറ്റൊന്ന് ആഞ്ഞടിച്ചാൽ പറന്നു പോകാൻ സാധ്യതയുള്ള ആ അപ്പത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ സകല കൊടുങ്കാറ്റുകളെയും ശാന്തമാക്കാൻ പറ്റുന്നവനുണ്ട്. കർത്താവേ, ഈ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞത്, നിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വേദനകളിലാണ്. താങ്ക് യു ഫോർ എവറി പെയിൻ, എവറി ട്രോമ, എവറി മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ കടന്നുപോയ എല്ലാ തീപ്പൊള്ളുന്ന അനുഭവങ്ങൾക്കും ഈശോയെ ഞാൻ നന്ദി പറയുന്നു. എന്നെ നിന്നിലേക്ക് അടുപ്പിച്ച എല്ലാ അനുഭവങ്ങൾക്കും ഈശോയെ നന്ദി പറയുന്നു.
അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോ ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ഈശോയുടെ സന്നദ്ധയിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുവദിച്ചു തന്ന സഹനങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയത്ത് തിരുസന്നിധിയിലേക്ക് കൊടുക്കാം. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ നീ ജാഗരണ രാത്രിയിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന, ഞങ്ങൾ എഴുതി സമർപ്പിച്ചുള്ള, വിളിച്ച് സമർപ്പിച്ചിട്ടുള്ള ഇമെയിലുകൾ വഴി അയച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും അങ്ങേക്ക് തരികയാണ്. ഈ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഓൺലൈനിലൂടെ ശുശ്രൂഷ ഭാഗമായി നിൽക്കുന്നവർ, ഈശോയെ ഇവിടെ എല്ലാ ഭൗതികാവശ്യങ്ങളും ആത്മീയ ആവശ്യങ്ങളും അങ്ങേക്ക് തരികയാണ്. എത്ര കാലം ഞങ്ങളിത് പ്രാർത്ഥിക്കണമെന്നറിയില്ല, എന്തിത് മാറുമെന്നറിയില്ല. പക്ഷെ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ഇന്ന് ഈ ജാഗരണ പ്രാർത്ഥനയിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നിയോഗങ്ങളും ഞങ്ങളെ മാറ്റട്ടെ, ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റട്ടെ. ഞങ്ങളെ കുറേയും കൂടെ ശക്തിയുള്ള ആത്മീയ ജീവിതം നയിക്കാൻ ഈ വേദനകൾ, ഈ നിയോഗങ്ങൾ, ഈ സ്വപ്നങ്ങൾ, ഈ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നന്മയായി മാറട്ടെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നന്മയല്ല, അങ്ങ് ആഗ്രഹിക്കുന്ന ആ ഉപരി നന്മയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. ഇവിടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്കുക. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. അൽത്താരയിൽ ഈശോയെ നോക്കി പ്രാർത്ഥിക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രചോദനം തരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുക. ഈ സമയം മറ്റാരെയും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. തൊട്ടടുത്ത് കർത്താവ് ഉള്ളത് ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ ആ വീട്ടിലോട്ട് വന്നു എന്ന ബോധ്യത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹോസ്റ്റൽ മുറികളിലേക്ക്, നിങ്ങളുടെ കോളേജിലേക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലേക്ക്, പഠിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലേക്ക്, ബിസിനസ് മേഖലയിലേക്ക്, നിങ്ങളുടെ ആത്മീയ ഇടങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ സമയം സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഈശോയെ മഹത്വപ്പെടുത്താനും നമ്മൾ ഈ സമയം അല്പസമയം സ്തുതിക്കും, പാട്ടുപാടി ഈശോയെ മഹത്വപ്പെടുത്തി ആരാധിക്കും. ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കുക. കർത്താവെ, സഹനത്തെ അതിജീവിക്കാൻ അങ്ങ് കൂടെയുണ്ട്. ഇത് നന്മയായി മാറുമെന്ന് എനിക്കറിയാം. ഇത് എന്നെ മാറ്റട്ടെ. ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ ശാലോം ടി വിയുടെ ശുശ്രൂഷകളെ കൊടുക്കാം. ഈ നൈറ്റ് വിജിയിൽ നാളിതുവരെ നടന്ന എല്ലാ നൈറ്റ് വിജികളിലും പങ്കെടുത്തവരെ അവരെല്ലാവരും ഈശോയുടെ കരങ്ങളിലൊക്കെ ഒരു ആത്മീയ കൂട്ടായ്മയായിട്ട് കൊടുക്കാം. നമ്മളതിനുവേണ്ടി സഹായിച്ച എല്ലാവരെയും ഈശോയ്ക്ക് കൊടുക്കാം. ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മുടെ അടുത്തേക്ക് ഈശോയുടെ സാന്നിധ്യം ഇറങ്ങി വന്നതിനെ ഓർത്ത്, ശാലോം മിനിസ്ട്രികളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷയുടെ എല്ലാ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നമുക്ക് വേണ്ടി ഇത് ഒരുക്കി തന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം.
ഈശോയെ അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരെ, കൊയർ മെമ്പേഴ്സിനെ, ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരെ, ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനെ, യൂണിറ്റുകളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈശോയെ ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷകളും മിനിസ്ട്രികളും ഇവിടെ ചെയ്യുന്നവരെ, ഞങ്ങളിലേക്ക് ഈശോയെ ഞങ്ങളുടെ സുവിശേഷം എത്താൻ വേണ്ടി ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ഒപ്പം തന്നെ ഞങ്ങളുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ എല്ലാം അങ്ങേക്ക് തരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് അങ്ങ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആഗ്രഹത്തോടെ എല്ലാം മറന്ന് ഈശോയെ മാത്രം ഓർത്തുകൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോ ഞങ്ങളുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അങ്ങയുടെ മക്കളുടെ നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ശക്തി കൊണ്ട് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഈശോയെ കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങളെ, വേദനകളെ, നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. ജോലി മേഖലയെ അനുഗ്രഹിക്കണമേ. ഈശോയെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളെ കർത്താവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് വിടുതൽ നൽകി സഹായിക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈ സമയം അനുഗ്രഹിക്കണേ. ഈശോയെ വിവാഹ തടസ്സം നേരിടുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടു പോയവരെ ഈ സമയം അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരുടെ മരണത്തെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ കർത്താവെ ഈ സമയം സഹായിക്കണമേ. വേണ്ടത്ര വിശ്വാസമോ പ്രാർത്ഥനയോ ഇല്ലാത്തവരെ ഈ സമയം സഹായിക്കണമേ. ശുശ്രൂഷ മേഖലയിലുള്ളവരെ ഈ സമയം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള എല്ലാവരും അനുഗ്രഹിക്കണമേ. ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗം മൂലം, പ്രായാധിക്യം മൂലം ക്ലേശിക്കുന്നവരെ ഈ സമയം അങ്ങ് സ്പർശിക്കണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ. കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ, രോഗപീഠകളാൽ ക്ലേശിക്കുന്ന കുഞ്ഞു മക്കളെ ഈ സമയം അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സർജറികൾക്ക് വിധേയരാകുന്നവരെ ഈ സമയം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, കാലങ്ങളായിട്ട് ഒത്തിരി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈ സമയം അങ്ങ് സ്പർശിക്കണമേ. ക്യാൻസർ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. നട്ടലിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നടുവേദനയായിട്ട് ക്ലേശിക്കുന്നവർ ഈ സമയം അനുഗ്രഹിക്കണമേ. ഷോൾഡർ പെയിൻ അനുഭവിക്കുന്നവർ ഈ സമയം അനുഗ്രഹിക്കണമേ. വലിയ സൈനസൈറ്റിസ്, തലവേദന അനുഭവിക്കുന്നവരെ ഈ സമയം കർത്താവെങ്കിൽ സൗഖ്യപ്പെടുത്തണമേ. വലിയ പാപത്തിൻ്റെ പിടിയിലായി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ മാനസാന്തരത്തിൻ്റെ അഭിഷേകം നൽകി ഈ സമയം അനുഗ്രഹിക്കണമേ. കുമ്പസാരത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കാണാൻ അവർക്ക് കൃപ നൽകണമേ. അങ്ങയുടെ മഹാകാരുണ്യം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക്, കുടുംബത്തിലേക്ക്, ദേശത്തിലേക്ക്, നാനാജാതി മതസ്ഥിലേക്ക് അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ജാഗരണ പ്രാർത്ഥന മിനിസ്ട്രി അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ അങ്ങ് ഏറ്റെടുക്കണമേ. നാളിതുവരെ കണ്ടതിലും അപ്പുറമായ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് വരും മാസങ്ങളിൽ ഈ ശുശ്രൂഷ അങ്ങ് ഏറ്റെടുക്കണമേ. ശാലോം മിനിസ്ട്രീസിനെ അങ്ങ് ഏറ്റെടുക്കണമേ. കരുണയോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊക്കെ അടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളെ ശക്തിപ്പെടുത്തുന്നതിന്, ബലപ്പെടുത്തുന്നതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ആരാധിക്കട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച്. ആമേൻ. ഈശോയെ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്റെ ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത
നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. 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 സ്വയം അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കടന്നുപോകുന്ന അനുഭവങ്ങൾക്കുമെല്ലാം നന്ദി പറയാം. ഈ സമയം അങ്ങയുടെ കൃപ, അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, രാത്രിയിൽ ഉണർന്നിരുന്ന ഞങ്ങളെ, ഉണർന്നിരുന്ന അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജാഗ്രതായി വർത്തിച്ച അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കണമേ. ഈശോ, ഞങ്ങളിനി ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ ഉദ്യമങ്ങൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കണമേ. ഈശോ, ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം പൂർണ്ണമായിട്ട് അങ്ങയുടെ കാൽപാദങ്ങൾ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഈ സറണ്ടർ എവറിത്തിങ് ടു യു. ഈശോയെ, അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ പാനപാത്രം മാറുന്നില്ല, മാറാനല്ല, പകരം ഇത് കുടിച്ച് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. ലെറ്റ് യുവർ വിൽ ബി ഡൺ. അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ആഗ്രഹിക്കുന്ന നന്മയും ഇതാണ്, അങ്ങയുടെ സാദൃശ്യത്തിലേക്ക് ഞങ്ങൾ വളരുക. ഈ സഹനങ്ങളിലൂടെ എല്ലാം ഞങ്ങൾ അങ്ങേപ്പോലെ ആയിത്തീരട്ടെ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കട്ടെ. അങ്ങേ നേടിയെടുക്കാൻ ഈ വേദനകൾ ഞങ്ങളെ മാറ്റിയെടുക്കട്ടെ, ഞങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് ഞങ്ങൾ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആ വരികൾ ഓർത്തെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകട്ടെ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എൻ്റെ ഭവനത്തിൽ നടക്കട്ടെ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അങ്ങ് ഫൗസ്റ്റീനാമ്മയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ആ പ്രാർത്ഥന ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നു. ജീസസ്, വി ട്രസ്റ്റ് ഇൻ യു. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടും. വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ ഒരു ദിവസം 50 തവണയെങ്കിലും ഈശോയുടെ മുമ്പിൽ സ്വയം പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞ അമ്മ ത്രേസ്യയോടൊപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അവിടുത്തെ പരിശുദ്ധ ശരീരം, അവിടുത്തെ വിലയേറിയ രക്തം, അവിടുത്തെ വലിയ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെടുക. കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും, ഓരോ പുത്തൻ പുലരിയിലും അത് പുതിയതാണ്. ഈ രാത്രിയിൽ ജാഗ്രതയിരുന്ന നമുക്ക് ഈശോ തരുന്ന ഉറപ്പും അതാണ്. ഈ രാവ് തെളിയും, ഒരു പകലുദിക്കും. ഒരു പ്രതീക്ഷയുമായി കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കുരിശിൻ്റെ വഴി നടന്നവൻ നമ്മുടെ മുൻപിലുണ്ട്. കുരിശിൽ വിജയം വരിച്ചവൻ നമ്മുടെ മുമ്പിലുണ്ട്. കല്ലറ മാറി ഉദ്ധാനത്തിൻ്റെ പുലരി പ്രകാശം കണ്ടവൻ, അത് കാണിച്ചു തന്നവൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഈശോയെ നമ്മൾ ആരാധിച്ച് ഈ രാത്രി പൂർത്തിയാക്കുന്നു. ഈ രാത്രി നമ്മുടെ പ്രാർത്ഥനകൾ തുടരുന്നു. ഈശോയുടെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. കരകൾ കുപ്പിപ്പിടിക്കാൻ, കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ ഈശോയുടെ സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി കാണുക. ഉയരുന്ന ധൂമപടലങ്ങളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയിലേക്ക് വരിക. പ്രാർത്ഥിച്ച് പാടിയ ഈരടികളോട് ചേർന്ന് ഈ സമയം നമ്മൾ ഈശോയുടെ കൃപയും ആശീർവാദം സ്വീകരിക്കുകയാണ്. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാ ആരാധനയും, എല്ലാ സ്തോത്രങ്ങളും, എല്ലാ ഹാലേലുയായും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. നമ്മുടെ കൂടെ ഈ ജാഗരണ രാത്രിയിൽ ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരെ ആത്മീയ കൂട്ടായ്മയിൽ മനസ്സിലൊന്ന് അവരെ കാണുക. അവരും ഇങ്ങനെ ഒരു ആരാധനയിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ സമർപ്പിക്കുക. അവരോടൊന്ന് ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കുക. നിങ്ങൾ ഭവനത്തിൽ നകലെയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ദൂരെയാണ്, അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുമിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ 2 ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് ചേർന്ന് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയ ആരാധന, ആരാധന.
അങ്ങേ സ്നേഹിച്ചിടുന്നേ. ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആശീർവദിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോ